നമസ്കാരം ശ്രീ അജിത് വണ്ണിയൂർ. നമസ്കാരം. കർണാടകത്തിൽ വലിയ അന്തർവിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറുമായി നടന്ന മല്ലയുദ്ധത്തിൽ ഡി കെ ശിവകുമാർ 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം, 2.5 വർഷം കഴിഞ്ഞ് ഒഴിയേണ്ടതാണ്, 3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. പക്ഷേ സിദ്ധരാമയ്യ വളരെ ബോധപൂർവം നടത്തുന്ന കരിനീക്കങ്ങൾ ഒരു അസ്തപ്രജ്ഞനായ ഒരു മുഖ്യമന്ത്രിയാക്കി ശിവകുമാറിനെ മാറ്റാനുള്ള ഒരു ഗൂഢമായ പദ്ധതിയാണ്. എങ്ങനെയാണ് കർണാടകത്തിലെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ അങ്ങ് കാണുന്നത്? നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഡൽഹിയിൽ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ്. ഹൈക്കമാൻഡുമായിട്ട് ചർച്ച നടക്കുന്നു. അത് കഴിഞ്ഞ് AICC പ്രസിഡൻറ്റുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, ഇതോടുകൂടി കർണാടകത്തിൽ വളരെ ശക്തമായ 2 അധികാര കേന്ദ്രങ്ങൾ വരാൻ പോവുകയാണ്. കാരണം ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ കേന്ദ്രത്തിൽ നല്ല പദവിയും രാജ്യസഭാ സ്ഥാനവും ഓഫർ ചെയ്തു. ആദ്യം തന്നെ കയ്യോടെ അത് വേണ്ട എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കാരണം കർണാടകത്തിൽ നിന്ന് ഇദ്ദേഹത്തിനെ അവിടെ മാറ്റി നിർത്തി അത് DK ശിവകുമാറിൻ്റെ കയ്യിലേക്ക് ഒതുക്കി നിർത്താനുള്ള ഒരു തന്ത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് മാറിയത്. അപ്പോൾ അത് മാറുമ്പോഴും മറ്റെന്ത് സ്ഥാനമാണ് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതിൻ്റെ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ കർണാടക സംസ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ സപ്പോർട്ടേഴ്സും അതുപോലെ ജനങ്ങളുടെ, എന്നെ ആരാധിക്കുന്ന ജനങ്ങളുടെ സപ്പോർട്ടും നിലനിർത്താനായിട്ട്, അത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഞാൻ അവിടെ നിന്ന് പ്രവർത്തിക്കുമെന്നാണ്. അപ്പോൾ അതിന് അദ്ദേഹം വയ്ക്കുന്ന ഉപാധികൾ, ഇപ്പം മാധ്യമങ്ങളിൽ വരുന്ന ചർച്ച, കർണാടക മാധ്യമങ്ങളിലും ഡൽഹിയിലെ മാധ്യമങ്ങളിലും വരുന്ന ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ആളുകളെ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ആളുകൾ, അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകളെ ക്യാബിനറ്റിൽ വളരെ വലിയ പൊസിഷൻസിലും അതുപോലെ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിൽ കൊണ്ടുവന്ന് അവിടെ അധികാര കേന്ദ്രങ്ങളിൽ സ്ഥാനമുറപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ശിവകുമാർ ഒരു മുഖ്യമന്ത്രി പദത്തിൽ മാത്രം ഇരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരിക എന്നൊരു തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. എക്കാലത്തും അദ്ദേഹം അത് ചെയ്യുന്നത് എപ്പോഴും ഒരു അധികാര കേന്ദ്രമാക്കി നിലനിർത്താനായിട്ട് തീരുമാനിക്കുന്നു. ഇതിൽ കേന്ദ്രത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന ചർച്ചകളിൽ വരുന്ന വിവരങ്ങളനുസരിച്ച് സോണിയാഗാന്ധിയാണ് ഇതിനകത്ത് വളരെ ശക്തമായൊരു നിലപാട് എടുത്തത്. 2.5 വർഷം കഴിഞ്ഞിപ്പം 6 മാസവും 8 ദിവസവും കഴിഞ്ഞു എന്നാണ് വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇത്രയും ദിവസം വൈകിപ്പോയപ്പോൾ സോണിയാഗാന്ധി ഇടപെട്ടിട്ട് ഇത് നേരത്തെ കൊടുത്തൊരു വാഗ്ദാനമാണ്. 2.5 വർഷം കഴിയുമ്പോൾ ആ വാഗ്ദാനം പാലിച്ചേ പറ്റൂ എന്നൊരു തീരുമാനത്തിലാണ് അത് വഴങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും. അപ്പോൾ അതിന് പകരം വയ്ക്കുന്നത് ഇങ്ങനൊരു സംവിധാനമാണ്. പക്ഷേ ഇതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് അവിടെ 2 അധികാര കേന്ദ്രങ്ങൾ വരികയും ഈ അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ആര് വിജയിക്കും എന്നുള്ള ഒരു പരീക്ഷണം നടക്കാനും പോവുകയാണ്. കുറച്ചുകൂടി കർണാടക രാഷ്ട്രീയം കലങ്ങി മറിയാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇത് നമ്മൾ കേരളത്തിലെ കുറച്ചു കാലം മുമ്പ് കരുണാകരൻ്റെ കാലഘട്ടത്തിൽ കരുണാകരനും ആൻ്റണിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മൂർച്ഛിക്കുകയും അവസാനം സോണിയാഗാന്ധി, AK ആൻ്റണി അവരൊക്കെ ഒരു ഭാഗത്തേക്ക് മാറുകയും കരുണാകരൻ ഡിക്ക് എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് രൂപം കൊടുക്കുകയൊക്കെ ചെയ്ത് തീർച്ചയായിട്ടും അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ. ഇതുപോലെ തന്നെയുള്ളൊരു വഴക്കായിരുന്നത്, ചെറിയ തോതിൽ നടന്ന വഴക്ക്, വ്യത്യസ്ത സ്വഭാവമാണ് അത് ഞാൻ സമ്മതിക്കുന്നു. എങ്കിലും അത് അത്തരത്തിൽ കേരളത്തിൽ വന്നു. ഡിക്ക് പരാജയപ്പെട്ട ഒരു പരീക്ഷണമായി. അതിൻ്റേതായ കാരണമുണ്ട്, അത് വിജയിക്കുമായിരുന്നു. പക്ഷേ വളരെ പരിണതപ്രജ്ഞനാണ് കരുണാകരനെങ്കിലും കരുണാകരനുണ്ടായൊരു വീഴ്ചയിലാണ് ഡിക്കിൻ്റെ തകർച്ച തുടങ്ങുന്നത്. പിന്നെ K മുരളീധരനും അവസാനം കൈവിട്ടു. അതാണല്ലോ ഡിക്കിൻ്റെ തകർച്ചയിലേക്ക് പോയത്. എന്ന് പറഞ്ഞാൽ സമാനമായ ചില രാഷ്ട്രീയ കാരണങ്ങൾ കർണാടകത്തിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളും ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സിദ്ധരാമയ്യ ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ 6 മാസം കഴിഞ്ഞിട്ടാണ് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായത്. അതും ശക്തമായ പ്രഷറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറായത്. അന്തസ്സുള്ളൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ 2.5 വർഷത്തെ ടേം വെച്ചാൽ ആ 2.5 വർഷം കഴിഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കണം. അതാണ് ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്നത്.
ആ ഒരു പൊളിറ്റിക്കൽ ഡിഗ്നിറ്റി പിന്നെ സിദ്ധരാമയ്യ കാണിച്ചു എന്നെനിക്ക് അഭിപ്രായമില്ല. അദ്ദേഹം എന്ത് മാർഗം ഉപയോഗിച്ചും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണല്ലോ അവസാനം സോണിയാഗാന്ധിക്ക് ഇടപെടേണ്ടി വന്നത്. ഇപ്പോൾ ഡിഗ്നിറ്റി ഇല്ലാത്തൊരു നേതാവ്, അത് വാക്ക് പാലിക്കാൻ മടിക്കുന്ന ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ അതയുടെ ടോട്ടൽ പേഴ്സണാലിറ്റിയെ കാണിക്കുന്നതാണ്. അപ്പോൾ സിദ്ധരാമയ്യ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു നേതാവാണ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് ഒഴിഞ്ഞു കൊടുക്കേണ്ടി ഇവർ തമ്മിലൊരു എഗ്രിമെൻറ്റ് സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിലുണ്ടായ ഒരു എഗ്രിമെൻറ്റാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു നേതാവ്, അതായത് വിശ്വസിക്കാൻ കൊള്ളാത്ത അല്ലെങ്കിൽ അത്തരം ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു നേതാവ് അപ്പുറത്ത് DK ശിവകുമാറിന് പ്രതിയോഗിയായി നിൽക്കുമെന്ന് മാത്രമല്ല, അദ്ദേഹം ഡിഫാക്റ്റോ റൂളറാകാനാണ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനെ അല്ലെങ്കിൽ പിന്നെ കുടുംബാംഗങ്ങളെ, അദ്ദേഹത്തിൻ്റെ ആശ്രിതന്മാരെ എല്ലാം ഈ ക്യാബിനറ്റിൽ കയറ്റി ഇരുത്തി ശിവകുമാറിനെ സ്വാധീനിക്കും. ക്യാബിനറ്റിൽ മാത്രമല്ല, പാർട്ടിയുടെ കീ പൊസിഷൻസിൽ പ്രസിഡന്റ് അടക്കമുള്ള പാർട്ടി പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള പൊസിഷൻസിലേക്കാണ് അതിനുള്ളൊരു ബാർഗനിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി ഇതിന് ഒരു നിഷ്കർഷ വരാൻ കാരണം ഈ ജനതാ പരിവാറിലുണ്ടായിരുന്ന ഇദ്ദേഹത്തിൻ്റെ സിദ്ധരാമയ്യയെ അവിടെ നിന്ന് അഹമ്മദ് പട്ടേൽ മുഖേന ഈ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവന്ന് അവിടെ അധികാരം പിടിച്ചെടുക്കുന്ന ഒരു തന്ത്രം അതിന് കാരണക്കാരിയായിരുന്നത് സോണിയാഗാന്ധിയാണ്. അപ്പോൾ അവസാന നിമിഷം ആ ഒരു ഇത് കൊണ്ടുവന്നത് കൊണ്ട് സോണിയാഗാന്ധിക്ക് ആ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ രണ്ടാമത്തെ ഒരു ഘട്ടം വന്നപ്പോൾ വേറെ ചില കാര്യങ്ങൾ വന്നു. അവിടെ ഈ മണി മാനേജ്മെൻറ്റ്, ഈ അവിടുന്ന് ഏറ്റവും സമ്പന്നമായൊരു സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടകം എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടിക്കും തിരഞ്ഞെടുപ്പുകൾക്കും ഒക്കെ തന്നെ പണം സ്വരൂപിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണ് ശിവകുമാർ. ഇപ്പോൾ ശിവകുമാറിനെ ഉപേക്ഷിക്കാനും സാധിക്കില്ല. അപ്പോൾ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളൊരു ഡിമാൻഡ് വന്നപ്പോൾ തന്നെ സോണിയാഗാന്ധിയാണ് ഇങ്ങനൊരു ഉപാധി വെച്ചത്. ഇദ്ദേഹത്തിന് 2.5 വർഷം കൊടുക്കണം എന്ന്, സിദ്ധരാമയ്യയ്ക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്, നിലപാടെടുത്തത് സിദ്ധരാമയ്യായിരുന്നു. കാരണം ശിവകുമാറിനായിരുന്നു അവിടെ കൂടുതൽ പോപ്പുലാരിറ്റി. അപ്പോൾ അതുകൊണ്ട് ആ ഇലക്ഷനിൽ പ്രധാന പങ്ക് വഹിച്ചത്, കാരണം കർണാടക പ്രദേശം, സംസ്ഥാനം മുഴുവൻ ജാഥകൾ നടത്തി ജനങ്ങളെ ഏറ്റവും ഗ്രാസ് റൂട്ട്സ് ലെവലിൽ പ്രവർത്തനം നടത്തി ഈ പാർട്ടിയെ വിജയത്തിലേക്ക് കൊണ്ടുവന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ശിവകുമാറാണ്. അതെല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ഈ സിദ്ധരാമയ്യയുടെ ഡിമാൻഡ് വന്നപ്പോൾ എന്നാൽ പിന്നെ 2.5 വർഷം വീതം എന്നുള്ളൊരു കണ്ടീഷൻ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിന് ആ പങ്ക് വഹിച്ച ഒരാളെന്നുള്ള നിലയിലാണ് സോണിയാഗാന്ധി അതിനകത്ത് ഇടപെട്ടതും ഇപ്പോൾ കൊടുത്തതും എന്നാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകൾ. അതുകൊണ്ട് തന്നെ അവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്ന ചർച്ചകൾ. അപ്പോൾ ഇത് ഇന്നിപ്പം വൈകുന്നേരത്തോടെ നാളത്തോടു കൂടി ഒരു ചിത്രം വരും എന്നുള്ളതാണ്. കൃത്യമായ പുനഃസംഘടന ഉണ്ടാവും, ബഹുഭൂരിപക്ഷം ആളുകളെയും റീപ്ലേസ് ചെയ്യും എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ഇവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാകുമ്പോഴേ DK ശിവകുമാറിന് അദ്ദേഹം ആവശ്യപ്പെടുന്ന വകുപ്പ് കൊടുക്കാം എന്ന് സിദ്ധരാമയ്യ സമ്മതിച്ചിട്ടാണ് ഈ ആദ്യത്തെ 2.5 വർഷം DK ശിവകുമാർ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാനം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആയപ്പോഴേ ഈ ഓഫറിൽ നിന്നൊക്കെ അദ്ദേഹം പുറകോട്ട് പോയി. ശിവകുമാറിന് നല്ലൊരു വകുപ്പ് പോലും കൊടുത്തില്ല. അപ്പോൾ ശിവകുമാറിനെ ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തുകയായിരുന്നു. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശിവകുമാർ ഒരുപക്ഷെ കോൺഗ്രസ് വിടാൻ തയ്യാറായാൽ പോലും BJP ശിവകുമാറിനെ സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തവരാണ് എന്നാണ് ഞാൻ അറിയുന്നത്. അതിൻ്റെ പ്രധാന കാരണം ശിവകുമാറിനെതിരെ പിന്നെ ചില ആരോപണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, കോൺഗ്രസിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ഒരു പടി മുന്നിലായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി. യെദ്യൂരപ്പ എന്ന് പറയുന്നൊരു നേതാവാണ് പാർട്ടി അവിടെ വളർത്തിയെടുത്തത്. പക്ഷേ അദ്ദേഹം അഴിമതി ആരോപണ വിധേയനായി, പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അതിനകത്ത് കർണാടകത്തിലെ BJPയുടെ അടിവേര് തോണ്ടിയത് BJPയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന പിന്നെ BL സന്തോഷ് ആണ് എന്നൊരു ആരോപണമുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ. അപ്പോൾ എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിഞ്ഞാൽ അദ്ദേഹത്തിന് അനാവശ്യമായ കൈകടത്തലാണ് കർണാടകത്തെ തകർത്ത് കളഞ്ഞതെന്നൊക്കെ തന്നെയാണ് ഈ BJP നേതാക്കന്മാർ തന്നെ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത്. അപ്പോൾ BJPയുടെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അകത്തുണ്ടായ ഇൻഫൈറ്റാണ് BJP ദുർബലമാക്കിയത്. അല്ല, ജനങ്ങൾ BJP തള്ളിക്കളഞ്ഞതല്ല, മറിച്ച് BJPക്ക് അകത്തുള്ള ഇൻഫൈറ്റാണ് BJP ദുർബലമാക്കിയത്. BJPയിൽ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ 0.33% വോട്ട് ശതമാനത്തിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രത്തിലാണ് ജയിച്ചു വന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അടിത്തറ വളരെ ശക്തമാണ്. പിന്നെ ഈ സമുദായ ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആ സമുദായ ഇക്വേഷൻസിനകത്ത് ഒക്കലിംഗ, പിന്നെ ലിംഗായത്ത്,
ആ ഒരു സമുദായങ്ങളുടെ സപ്പോർട്ടും, അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ BJP ചെയ്തു വരുന്നത് ഈ OBC വിഭാഗങ്ങളുടെയും SC/ST വിഭാഗങ്ങളുടെയും ശക്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു വലിയ മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും BJPക്ക് ശക്തമായി അവിടേക്ക് വരാനുള്ളൊരു അവസരം ഉണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇൻഫൈറ്റ്, രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് അതിനിടയിൽ കൂടി BJPക്ക് കടന്നു വരാനുള്ളൊരു അവസരം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ പ്രധാനമായിട്ടും വരാൻ പോകുന്നൊരു ഘടകം എന്ന് പറയുന്നത് ഈ പിന്നാക്ക വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ട് പിടിച്ചു നിർത്താനുള്ളൊരു തന്ത്രങ്ങളാണ് ഈ സിദ്ധരാമയ്യയെ അവിടെ ഈ ഒരു അധികാര കേന്ദ്രമാക്കി നിലനിർത്തിക്കൊണ്ട് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ രണ്ട് അധികാര കേന്ദ്രങ്ങൾ അവിടെ വരുന്നതോടുകൂടി കർണാടക രാഷ്ട്രീയം എങ്ങോട്ട് തിരിയും എന്നുള്ള കാര്യത്തിൽ വളരെ ആശങ്കാകുലമാണ്. ഇപ്പോൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവിടെ വളരെ വീക്കായി കഴിഞ്ഞു. അവർക്കിനി അങ്ങോട്ട് മുന്നോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു. പ്രധാന ഫൈറ്റ് എന്ന് പറയുന്നത് BJPയും കോൺഗ്രസും തമ്മിലായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കർണാടക രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്, പ്രത്യേകിച്ചും അടുത്ത 2 കൊല്ലത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ. അവിടെ എനിക്ക് തോന്നുന്നത് RSSന് വലിയ ഒരു റോളുണ്ട്. കാരണം RSSന് വലിയ ശക്തമായ വേരുകളുള്ള സംസ്ഥാനമാണ് കർണാടക. അതുകൊണ്ട് പിന്നെ അജിത്ത് പറഞ്ഞതുപോലെ തന്നെ കർണാടകത്തിലെ ശരിക്കും ഒരു വോട്ട് ബേസ്, ഒരു വോട്ട് ബാങ്ക് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അത് ദുർബലമാകാതെ സൂക്ഷിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് പിന്നെ അധികാരത്തിൽ വരാൻ കഴിയും. പക്ഷേ അവർ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത മുഖ്യമന്ത്രി അദ്ദേഹം അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല എന്നാണ് കാണുന്നത്. എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്ന കാര്യത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. തീർച്ചയായിട്ടും നന്നായിട്ട് RSSൻ്റെ കൂടെ ഒരു RSSനെക്കുള്ള വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവിടുത്തെ BJP നേതൃത്വം മുന്നോട്ട് പോയാൽ അതിൻ്റെ സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിക്കേഷന് സിദ്ധരാമയ്യ കളിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഫലത്തിൽ പിന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ BJPക്ക് ഗുണകരമായിട്ട് വരത്തേയുള്ളൂ. കാരണം ബ്ലോക്ക് ലിംഗ വിഭാഗവും അതുപോലെ തന്നെ ലിംഗായത്തും ചേർന്ന് നിൽക്കുകയും അവർ ഒന്നിച്ച് നിന്ന് BJPയുടെ പൊളിറ്റിക്കൽ വോട്ടും കൂടെ പിടിക്കാമെങ്കിൽ സിദ്ധരാമയ്യയുടെ കമ്മ്യൂണിക്കേഷൻ അത്ര നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നില്ല. എന്തായാലും ശരി, എനിക്ക് തോന്നുന്നത് ഇതൊരു ഭീഷണിയായി നിലനിൽക്കുന്നത് കൊണ്ടാണ് SIR വോട്ട് ബാങ്ക് ഈ വോട്ട് ചോരി ആരോപണത്തും കൊണ്ടുവന്നിട്ട് ഒരു കവചം തീർത്തു വെച്ചിരിക്കുന്നത്. ഇപ്പം ഈ ഒരു വോട്ട് ചോരിയിൽ കൂടിയാണ് BJP അധികാരത്തിലേക്ക് വരുന്നതും വോട്ടുകൾ കൈകാര്യം ചെയ്യുന്നതും എന്നുള്ളൊരു ഇമേജ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കർണാടകം ഒരു ഉദാഹരണമാക്കി എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ആ SIR പ്രോസസ്സ് വന്ന സമയത്ത് നടത്തിയ പ്രചരണം. ഒരു മുൻകൂർ ജാമ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാവുന്നതാണ്. അല്ല, അത് ശരിയാണ്. പക്ഷേ ഈ 2 വർഷത്തിനകം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ 2 വർഷത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തിനിടയിൽ DK ശിവകുമാറിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികളിലൊന്ന് ഞാൻ കരുതുന്നത് അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ഒരു തടസ്സമാണ്. സിദ്ധരാമയ്യ പിന്നിൽ നിന്ന് എപ്പോഴാണ് കുത്തുന്നതെന്ന് അറിയത്തില്ല എന്നുള്ളൊരു അദ്ദേഹത്തിനെതിരെയും അഴിമതി ആരോപണങ്ങളുണ്ട്, ധാരാളം അഴിമതി ആരോപണങ്ങൾ നിലവിലുണ്ട്. പക്ഷേ അന്വേഷണം നടക്കുന്നത് പിന്നെ ശിവകുമാറിനെതിരായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ശരി, കർണാടക രാഷ്ട്രീയം ഒരു വലിയ മാറ്റത്തിന് വഴി തെളിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് DMKയും മറ്റ് ചില പ്രാദേശിക പാർട്ടികളും ദക്ഷിണേന്ത്യയെ മാറ്റാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർണാടകത്തിലെ BJPയുടെ വളർച്ച ഒരു ദേശീയ വളർച്ച മാത്രമല്ല, ഇന്ത്യ മുന്നണിയുടെ ശിഥിലീകരണവും. അതെ അതെ, ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടികൾ തമ്മിൽ ഉള്ള ഒരു ശിഥിലീകരണവും ഒരു പ്രധാന ഘടകമായിട്ട് മാറും എന്നാണ് തോന്നുന്നത്. എന്തായാലും കട്ടിംഗ് സൗത്തിനൊരു സ്പേസ് കർണാടകത്തിൽ കിട്ടാതെ വരുന്നതാണ് ദേശീയ താല്പര്യത്തിന് നല്ലത്. അത് നമ്മൾ ദേശീയ താല്പര്യം വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് DMK പോലൊരു പ്രാദേശിക കക്ഷി ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു അവിടെ. കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സാണ്. കേരളത്തിൽ കോൺഗ്രസ് കട്ടിംഗ് സൗത്തിനൊന്നും പിന്താങ്ങുന്ന ഒരു പാർട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ അതിന് വ്യത്യസ്തമായൊരു നിലപാട്. അപ്പോൾ അതുകൊണ്ട് അത് വരില്ല. പക്ഷേ കർണാടകത്തിൽ DMKക്ക് നഷ്ടപ്പെട്ട കട്ടിംഗ് സൗത്ത്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച കട്ടിംഗ് സൗത്ത് വീണ്ടും വന്ന് കർണാടകത്തിലോട്ട് വന്നാൽ ദേശീയ സുരക്ഷയെ അത് ബാധിക്കും തോന്നുന്നു. എന്തായാലും ശരി, നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണ് കർണാടകത്തിൽ നടക്കാൻ പോകുന്നത്. അത് വരാൻ ഒരാഴ്ചക്കുള്ളിൽ ചിത്രം തെളിയും എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.